ഞാൻ ഇന്ന് രാവിലെ മുതൽ ഒരു പെർട്ടിക്കുലർ കോണ്ടന്റിൻ്റെ പിന്നാലെയായിരുന്നു. ഇന്നലെ നമ്മളെ അൻഷിഫ് ഷാജഹാനെ വിളിച്ചിരുത്തിയിട്ട് ഒരു ലൈവ് ചെയ്തു. അതിനകത്ത് തൊപ്പി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ കാര്യങ്ങൾ രാവിലെ തന്നെ എനിക്ക് ഒരുപാട് പേര് ഈ സാധനം സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിതിൻ്റെ ഒരു എക്സാക്റ്റ് സംഗതി എന്താണെന്നുള്ളത് അറിയുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഓൾറെഡി ഞാൻ ഈ സ്ക്രിപ്റ്റഡ് കണ്ടൻറ്റുകളെ കുറിച്ചിട്ട് ഷാജഹാൻ്റെ നിഷാനെയൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സൊസൈറ്റിയിൽ ഇതേപോലുള്ള സ്ക്രിപ്റ്റഡ് കണ്ടൻറ്റുകൾ കാരണം ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന ഒരുപാട് പേരുണ്ട്. ബിക്കോസ് സോഷ്യൽ മീഡിയയിലെ ഈ ഇൻഫ്ലുവൻസേഴ്സ് കോണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെ ഒക്കെ ഒരു ലൈഫ് സ്റ്റൈൽ അവർ പോർട്രേറ്റ് ചെയ്യുന്ന ഒരു ഫേക്ക് സാധനമുണ്ട്. ഒരു ലക്ഷറി ലൈഫ്, ഒരു കിങ് ലൈഫൊക്കെ പോർട്രേറ്റ് ചെയ്യുന്ന പരിപാടി. അതുവഴി ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന മാസ് ലൈഫിൽ ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന കുട്ടികൾ എസ്പെഷ്യലി ഇവർ ഭയങ്കരമായിട്ട് അത് ഇമിറ്റേറ്റ് ചെയ്യും, അതിലേക്ക് മാറാൻ ശ്രമിക്കും. അപ്പോൾ ഇവരുടെ ഈ ഫേക്ക് സാധനം കൂടി കയറുമ്പോഴത്തേക്ക് അത് ഭയങ്കര മോശമായൊരു പരിപാടിയാണ്. പിന്നെ ഓൾറെഡി ഇങ്ങനത്തെ ഈ ഷാജഹാൻ നിഷാൻ പോലത്തെ ഇങ്ങനത്തെ ഫേക്ക് കണ്ടൻറ്റുകൾ സൊസൈറ്റിക്ക് തന്നെ ഒരു ത്രെട്ടുമാണ്. ഓക്കെ, അപ്പോൾ അതിനിടയിൽ ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഇടയിലേക്ക് മണവാളൻ്റെ ലൂപ്പ് കയറുന്നു. ഇപ്പോൾ അതാ നടക്കുന്നു. അൻഷിഫ് മൂനിക്കൽ വന്നിട്ട് തൊപ്പി വേഴ്സസ് ഷാജഹാൻ വാസ് എ ഫേക്ക് സ്ക്രിപ്റ്റഡ് കോണ്ടൻറ്റ് എന്ന് പറയുക. അപ്പോൾ ഓൾറെഡി തൊപ്പി അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞെടുക്കാൻ കുറച്ച് വഴികളുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ പിന്നാലെ കുറച്ച് പോയി നോക്കി. ഓക്കെ, തുടക്കം തന്നെ അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഈഗിൾ കഴിഞ്ഞ ദിവസം ഇട്ടുള്ളൊരു വീഡിയോ വയ്ക്കാം. ഓക്കെ, ഓൺ എ പോസിറ്റീവ് നോട്ട് ഈ വീഡിയോ തുടങ്ങാനാണ് എനിക്ക് താല്പര്യം. സോ ഈഗിൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. ഹായ് ഗൈസ്, ഈഗിൾ ഹിയർ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ആദ്യം ഇത് പ്രതികരിക്കേണ്ട അല്ലെങ്കിൽ ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. പിന്നീട് ആലോചിച്ച് ഇപ്പം ആൾക്കാർ ഒരു സ്ട്രീമിംഗ് ഫെയിമിനും അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവുന്നതിനൊക്കെ വേണ്ടിയിട്ട് കാട്ടിക്കൂട്ടുന്ന ഓരോന്ന് കണ്ടിട്ട് പറയാതിരിക്കാൻ വയ്യാത്ത ഒരു സിറ്റുവേഷനിലെത്തി കുറച്ച് ദിവസങ്ങളായിട്ട്. ആൻഡ് ഇതിനു മുമ്പ് നിങ്ങൾ ഓൾറെഡി കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതെനിക്ക് പറയാതിരിക്കാൻ വയ്യ ഗൈസ്. ഞാൻ ഇപ്പം എല്ലാവരും ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു സ്ട്രീമർ ആവാൻ വേണ്ടി ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പൊ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് എല്ലാവരെയും പോലെ ഒരു ക്രിയേറ്റർ ആവണം, മറ്റേ ഫോളോവേഴ്സ് ഒക്കെ വേണം, വണ്ടി മേടിക്കണം, കാശ് വേണം, അങ്ങനത്തെ ഒരു ഇതിലോട്ട് വന്ന് എല്ലാവരും അതിനുവേണ്ടി ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക ഗൈസ്. മെയിനായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയാം, ഇപ്പം നിങ്ങൾ ഈ ഫെയിമിൽ നിൽക്കുന്നതായിട്ട് കാണുന്നതായിട്ടുള്ള സ്ട്രീമേഴ്സ് ആയിക്കോട്ടെ, കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിക്കോട്ടെ, ഇവരൊന്നും നേരെ വന്ന് ഒറ്റ ദിവസം കൊണ്ട് ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി മാത്രം ആൾക്കാരുടെ പ്രീതി പിടിച്ചു പറ്റിയതോ ഇഷ്ടം പിടിച്ചു പറ്റിയതോ ഫോളോവേഴ്സ് പിടിച്ചു പറ്റിയതോ ആയിട്ടുള്ള ആൾക്കാരല്ല. അത് നിങ്ങളുടെ വെറും തെറ്റായ ചിന്താഗതിയാണ്. നേരെ വന്നിട്ട് ഇപ്പോൾ ടോപ്പായിട്ട് നിൽക്കുന്ന ആൾക്കാരെ മോക്ക് ചെയ്യുക, അല്ലെങ്കിൽ സമൂഹത്തിൽ ഡിസ്കഷൻ ആവുന്ന എന്ത് ആക്ടിവിറ്റി വേണമെങ്കിലും എത്ര എക്സ്ട്രീം ചെറ്റത്തരം കാണിച്ചിട്ടാണെങ്കിലും റീച്ച് ഉണ്ടാക്കി ഒരു സ്ട്രീമിംഗ് ചാനൽ തുടങ്ങുക, അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആകുക എന്നുള്ളൊരു സാധനം അതിലേക്ക് എത്തിക്കഴിഞ്ഞ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ആയിട്ട് സ്ട്രീം ചെയ്തും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തും ഒക്കെയാണ് ഇപ്പൊ ടോപ്പിൽ നിൽക്കുന്ന കുറെ ആൾക്കാർ അതിലേക്ക് എത്തിയത്. ഞാൻ തന്നെ കഴിഞ്ഞ ഒരു 8-9 വർഷമായിട്ട് ഞാൻ സ്ട്രീമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്കൊരു റെക്കഗ്നൈസേഷൻ കിട്ടിയത് പോലും ഒരു 3-4 വർഷം മുമ്പാണ്. എന്നെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരൊക്കെ റീൽസിലൊക്കെ എൻ്റെ അടുത്ത് പറയാം, ഞാൻ കമന്റ് ഇടുന്ന ഓരോരുത്തരൊക്കെ എന്നെ കൊണ്ട് കാണിക്കാറുണ്ട്, വീഡിയോയുടെ അടിയിൽ മറ്റേ താറാവിനെ പോലെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചേട്ടൻ. ഇത് എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് ചോദിച്ചിട്ടുള്ള ആൾക്കാരാണ്, മറ്റേ റീൽസിൽ കാണുന്ന ചേട്ടനല്ലേ. ഞാൻ എന്റെ സ്ട്രീം കാറ്റഗറി എന്ന് പറയുന്നത് ഗെയിമിംഗ് ആണ് ഗൈസ്. ഞാനൊരു ഇത്രയും വർഷമായിട്ട് ഇനി പറയുന്നത് ഗെയിമാണ് ഞാൻ സ്ട്രീം ചെയ്യുന്നത്. അതിന്റെ ഇടയ്ക്ക് വല്ലപ്പോഴും എങ്കിലും ഡിസ്കോഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിയാക്ട് ചെയ്യുമ്പോഴാണ് ആൾക്കാർ കട്ട് ചെയ്തിടുന്നത്. ഞാൻ എന്റെ പ്രൊഫൈലിൽ ഇതുവരെ ഒരു റിയാക്ഷൻ വീഡിയോയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ കട്ട് ചെയ്ത് ഇട്ടിട്ടില്ല. എന്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇതെല്ലാം വേറെ ഏതൊക്കെയോ റാൻഡം അക്കൗണ്ട്സ് ആണ് പോസ്റ്റ് ചെയ്യണത്. അതിനൊന്നും ഞാൻ കോപ്പിറൈറ്റ് കൊടുക്കാറുമില്ല. നമ്മുടെ ഫെയിമും എന്റെ ഫെയിം ബൂസ്റ്റ് ആയതിൽ അതൊരു വലിയ ഘടകമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പറയണത് ഗൈസ്. സ്ട്രീം എന്ന് പറയണ സാധനം നിങ്ങൾക്ക് അതിലേക്ക് വ്യൂവേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പം കുറച്ച് ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ സ്ട്രീം തുടങ്ങിയ സമയത്ത് ഞാൻ ഉറപ്പിച്ച 2 കാര്യങ്ങളാണ്. അതായത് മതം, രാഷ്ട്രീയം, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും ഇതിലൊക്കെ ഓരോ ആൾക്കാർക്കും ഓരോ ടേസ്റ്റും ഓരോ അഭിപ്രായങ്ങളും. നമ്മൾ അതിൽ കോമൺ അഭിപ്രായം പറയാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് എല്ലാവരും ഒന്നും നമുക്ക് പറഞ്ഞു മാറ്റാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഓരോരോ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പറയണത് പോലെ എല്ലാവരുടെയും ഇംപ്രസ് ചെയ്യാൻ പറ്റാത്ത 2 മെയിൻ കാര്യങ്ങളാണ് ഇത് രണ്ടും. മതമാണെങ്കിലും ഈ പറയണത് പോലെ പാർട്ടി ആണെങ്കിലും ഇതൊന്നും അധികമായിട്ട് ഹെൽത്തി അല്ലാത്ത രീതിയിൽ ഞാൻ ഇതുവരെ എന്റെ ലൈവിൽ ക്രിട്ടിസൈസ് ചെയ്യുവോ അല്ലെങ്കിൽ എടുത്തു പറയുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് പറയണത് തെറ്റാണെന്നല്ല ഞാൻ പറയണേ, എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഇപ്പം റീസെന്റ് കുറച്ച് ആൾക്കാർ
ഒരു സ്ട്രീം അല്ലെങ്കിൽ ഒരു സ്ട്രീം കോണ്ടന്റിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോയി എന്ന് നമുക്ക് ഈ ഇപ്പൊ കറണ്ട് സെനറിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ ആരുടെയും പേരൊന്നും എടുത്തു പറയാനില്ല, ബട്ട് സ്റ്റിൽ അത് കാണുമ്പം നമുക്ക് എന്തോ പോലെ ഇത് നിങ്ങൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, സ്ട്രീമിങ്ങിലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കണ്ടന്റ് ക്രിയേഷനിലോട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരെ പോലത്തെ ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ട് ഇതാണ് സ്ട്രീമിങ്ങിലേക്ക് വരാനുള്ള പാത്ത് എന്ന് വിശ്വസിക്കരുത്. ഇതല്ല ഗൈസ് സ്ട്രീമിങ്ങിലേക്കൊട്ടും കണ്ടന്റ് ക്രിയേഷനിലോട്ടും ഒക്കെ വരാനുള്ള പാത്ത് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ടാലന്റ് ഉണ്ടെങ്കിൽ അത് മോൾഡ് ചെയ്യുക, അത് ഇതാക്കി എടുക്കുക. ചിലപ്പോൾ അത് ഇയേഴ്സ് എടുക്കുന്ന പ്രോസസ് ആയിരിക്കാം. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വന്ന് കിട്ടുന്ന ഫെയിം നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാനും അങ്ങനെ കാര്യങ്ങൾ വളരെ ചുരുക്കം പേർക്കേ അത് പറ്റത്തുള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത് കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. കുറേ ആയി ഇപ്പൊ ഇത് കാണുന്ന ഞാൻ ഓരോരുത്തരുടെ ഫെയിമിനൊക്കെ വേണ്ടിയിട്ട് മതത്തിനെയും ഇതിനെയും എല്ലാം മിക്സ് ചെയ്ത് പലസ്തീനോടുള്ള സ്നേഹം എന്നൊക്കെ ഉള്ള രീതിയിൽ ഡ്രാമ ഒരു കേവലം ഒരു സ്ട്രീമിംഗ് ഫെയിമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു കുറച്ച് നാളായിട്ട് ഇത് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്കത് കാണുമ്പം ഇത് പറയണമെന്ന് തോന്നി. ഇതല്ല അതിന്റെ ഒരു റൈറ്റ് വേ. എന്തുകൊണ്ടും അതെനിക്ക് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് എനിക്ക് പറയണം എന്നുള്ളത് ഒരു കാര്യം തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ടാലന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മോൾഡ് ചെയ്ത് കൊണ്ടുവരാൻ ടൈം എടുക്കും ഗൈസ്. അതൊരു ടൈം ടേക്കിംഗ് പ്രൊസീജിയർ ആണെന്ന് വിശ്വസിക്കുക. അല്ലാതെ ഇതൊന്നുമല്ല. ഇതുപോലത്തെ ഷോർട്ട് കട്ട്സുകൾ ദയവ് ചെയ്ത് സ്വീകരിക്കാതിരിക്കുക. ആൻഡ് കുറച്ച് ദിവസം മുമ്പ് ഞാനിങ്ങനെ ഒരു റാപ്പ് കേട്ടായിരുന്നു. എന്തായിരുന്നു? പോത്തിന്റെ കൊമ്പിന്റെ മൂർച്ചയ്ക്ക് മുമ്പിൽ അടിയറവ് പറയുന്നു. ഈ പോത്തിന്റെയൊക്കെ മുമ്പിൽ അടിയറവ് പറയുന്നതിലും ഭേദം സാമാനം വെട്ടി കടലിൽ എറിഞ്ഞിട്ട് ഈ പരിപാടി നിർത്തി പോണതാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈഗിൾ പറഞ്ഞതാണ് ഇതിൻ്റെ ഒരു എക്സാക്ട് ഫേസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കാറിലിരുന്നൊരു കോണ്ടന്റ് ചെയ്യുന്ന വ്യക്തിയായ ഓക്കെ, കാണുന്നവർക്ക് ഇത് ഭയങ്കര ഈസി ആയിട്ട് തോന്നിയിട്ടാണ് എന്നോട് പലപ്പോഴും സംസാരിക്കാറ്. ഞാനും അവരോട് പറയാറ് ഇതൊരു ഈസി പരിപാടിയാണെന്നുള്ളത്. കാരണം നമ്മളുടെ ഒരു ടഫ് ഫേസിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അവരോട്. നിങ്ങൾ തന്നെ ആലോചിച്ചു, ഒരു ദിവസം ഞാൻ ആദ്യമൊക്കെ 5 കോണ്ടന്റ് 4 കോണ്ടന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ കോണ്ടന്റും ഒരു വേർ മിനിമം 15 മിനിറ്റുള്ള കോണ്ടന്റാണ്. അതിനകത്ത് എവിടെയും സ്ക്രിപ്റ്റ് ഇല്ല, എഡിറ്റ് ഇല്ല, കട്ടില്ല. ഒരു വിഷയത്തിനെ കുറിച്ച് ഞാൻ അനലൈസ് ചെയ്ത് എൻ്റെ പേഴ്സ്പെക്റ്റീവ് ഞാൻ നിങ്ങളോട് വന്ന് പറയുകയാണ്. ഞാൻ എവിടെ എഴുതി വെച്ച് വായിച്ചിട്ടോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ബ്രീത്ത് വരെ എഡിറ്റ് ചെയ്ത് ഞാൻ കളയുന്നില്ല. അപ്പോൾ ഇറ്റ് ടേക്സ് എഫേർട്ട്. മനസ്സിലായോ? അതെന്താന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ ഈസി എന്ന് പറയുമ്പോൾ ഞാൻ കാറിലിരുന്ന് കൊണാന്ന് പറയുമ്പോൾ ഓക്കെടാ കാറിലിരുന്ന് കൊണ. നിങ്ങൾ ചെയ്ത് നോക്കുന്നത് ഞാൻ നിങ്ങളോട് ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ചെയ്ത് നോക്കിയാലേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പം എല്ലാം അങ്ങനെയാണ്. ഓക്കെ, ഈച്ച് ആൻഡ് എവറിത്തിങ് അങ്ങനെയാണ്. ഒരു പെട്ടെന്നൊരു ഷോർട്ട് കട്ടിലൂടെ പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. ഞാൻ തന്നെ ഇപ്പോൾ എനിക്ക് ഇത്രയും എന്താ പറയുക ഒരു സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഫോളോവേഴ്സൊക്കെ വന്നത് ഞാൻ വന്ന് ബാബാ വരുത്തിച്ചതുമല്ല, വന്ന് കൂടിയ ആൾക്കാരാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മളെടുക്കുന്നൊരു എഫേർട്ട് ഉണ്ട്. ഇപ്പോൾ ഈ ചാനൽ നിങ്ങൾ നോക്കിയാൽ മതി, കൺസിസ്റ്റൻ്റ് ആണ്. ഒരു ദിവസം പോലും കണ്ടന്റ് ഇല്ലാത്തില്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ സ്ഥിരം കോണ്ടന്റ് ഇടുന്നുണ്ട്. ഞാൻ ബിഗ് ബോസ് പോയ സമയത്ത് വരെ എൻ്റെ വൈഫ് അടക്കം കോണ്ടന്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ നമ്മൾ ഇതിനോട് വെക്കുന്നൊരു ഡെഡിക്കേഷൻ, ഒരു പാഷൻ, പിന്നെ നമ്മൾ എത്ര ട്രൂത്ത്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിനോടും നമ്മുടെ വ്യൂവേഴ്സിനോടും അതിൽ നിന്നേ നമുക്ക് ബെനിഫിറ്റും ഫെയിമും കിട്ടും. അല്ലാതെ പെട്ടെന്നൊരു ഷോർട്ട് കട്ട് ഉണ്ടാക്കി വന്നിട്ട് ഒന്നും ഉണ്ടാക്കാമെന്ന് വിചാരിക്കേണ്ട, നടക്കുന്ന കാര്യമല്ല. നിലനിൽക്കാൻ പറ്റില്ല. നിലനിൽപ്പ് എന്ന് പറയുന്നതാണ്, എക്സിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ഒരു കോണ്ടന്റ് ക്രിയേറ്ററിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. എത്ര കൊല്ലം ഒരാൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു, ദാറ്റ് ഷോസ് ഹിസ് ക്വാളിറ്റി. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ ആ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി കൺസിസ്റ്റൻറ്റ്, യു ഹാവ് ടു ബി എന്താ പറയുക മോർ ട്രൂത്ത്ഫുൾ. ഇങ്ങനെ ആവണം. ഇപ്പം ചിലതൊക്കെ ഫേക്ക് ചെയ്യാം, സ്ക്രിപ്റ്റ് ചെയ്യാം, ബട്ട് ഹാംഫുൾ ആയിട്ടുള്ളത് ചെയ്യാതിരിക്കുക. ഓക്കെ, അങ്ങനത്തെ ഷോർട്ട് കട്ട് പിടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് കുറേ ആൾക്കാർ 3G ആയിട്ടിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇരിക്കാം. ഓക്കെ, ഇനി ഈ ഒരു മെയിൻ കോണ്ടന്റിലേക്ക് പോവാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പി റിലേറ്റഡ് ആയിട്ട് അൻസിഫ് മുനിക്കൽ ഷാജഹാനെ വിളിച്ചിരുത്തി പറഞ്ഞ കാര്യം. ഇതിനകത്ത് ഒരു കാര്യം പറയാം. ഞാൻ അൻസിഫിനോട് സംസാരിച്ചു, തൊപ്പിയോട് സംസാരിച്ചു, ഞാൻ ഷാജഹാനോട് സംസാരിച്ചു. ഷാജഹാൻ പറഞ്ഞു ഷാജഹാൻ ഇനി ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ ഒരു താല്പര്യമില്ല, ഇതിലേക്ക് പോകാനും താല്പര്യമില്ല. ഷാജഹാൻ വിട്ടു, മതിയായി ഷാജഹാൻ സൈഡായി. അൻസിഫിനോട് ചോദിക്കുമ്പോൾ അൻസിഫ് പറയുന്നത് ഇതിനകത്ത് കോൺസ്പിറസി ഉണ്ട്. പ്രൂഫുകൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യങ്ങളാണ് അൻസിഫിൻ്റെ കയ്യിൽ. അൻസിഫ് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, കാണിച്ചു തരാം. ഓക്കെ, ആ ചോദ്യങ്ങളാണ് അൻസിഫ് മുനിക്കലിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ളൊരു ഉത്തരം അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾക്കുള്ളൊരു പ്രൂഫ്, ഉത്തരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടേണ്ടത് തൊപ്പിയുടെ സൈഡിൽ നിന്നാണ്, പ്രൂഫ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത് അൻസിഫ് മുനിക്കലാണ്. ഷാജഹാൻ ഇതിലേക്കൊന്നും വരില്ല.
തൊപ്പി സ്ക്രിപ്റ്റഡ് കോണ്ടന്റുകൾ ചെയ്തിട്ടുണ്ട്, ചെയ്യാത്ത വ്യക്തിയൊന്നുമല്ല. പക്ഷെ റീസെൻറ്റ് ടൈംസിലൊക്കെ തൊപ്പിയുടെ സ്ക്രിപ്റ്റഡ് കണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം എമൗണ്ട് ഓഫ് കാര്യങ്ങൾ മാത്രമേ സ്ക്രിപ്റ്റഡ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൂ. അതൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇത് സ്ക്രിപ്റ്റാണ്, മനസ്സിലായി. അല്ലാതെ സ്ക്രിപ്റ്റ് അല്ലാത്തൊരു ഫേസിലേക്ക് തൊപ്പി മാറിയപ്പോഴത്തേക്ക് തൊപ്പിക്ക് ആക്സെപ്റ്റൻസി കൂടാൻ തുടങ്ങി. ഒരു റിയൽ നിഹാദ് ഫേസ് തുടങ്ങിയപ്പോഴത്തേക്ക് തൊപ്പിക്ക് ആക്സെപ്റ്റൻസി കൂടിയിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതെന്താണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ തുടക്കം തന്നെ ഞാൻ പറയാം. ഇപ്പോൾ ഈഗിൾ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കിയാണ് ഇന്നലെ ഈ അൻസിഫ് മുനിക്കൽ ലൈവിലിരുന്ന് പൊളിച്ച കാര്യം. ഷാജഹാൻ പൈസ വാരി വിതറി കൊടുക്കുകയായിരുന്നു. കോടികളുണ്ട്, ലക്ഷങ്ങൾ പൊട്ടിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഷാജഹാൻ ലൈവിൽ പലർക്കായിട്ട് പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇവരുടെ ടീമിൽ തന്നെ ഉള്ളവർക്ക് ഇവർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്ലാൻ ഇട്ട് സ്ക്രിപ്റ്റ് ചെയ്തായിരുന്നു ഈ പൈസ അയച്ചു കൊടുക്കുക. അല്ല, നാട്ടുകാർക്ക് ഈ പൈസ ഒന്നും കിട്ടിയിട്ടില്ല. ഇവരുടെ ഇടയിൽ തന്നെ ആ പൈസയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോയി എന്നാണ് അൻസിഫ് പറയുന്നത്. അൻസിഫിന് പറയാം, അൻസിഫ് ചെയ്യുന്ന പരിപാടി എന്താ വെച്ചെങ്കിൽ അൻസിഫിന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കൂട്ടുന്ന ഒരാളാണ് ഒരു ടൈമിൽ. അൻസിഫ് ഇപ്പോൾ വന്ന് കൺഫസ് ചെയ്യുന്നു, അത് ഇനി ഇതിന് കൂട്ടി നിൽക്കില്ല, ഈ സ്ക്രിപ്റ്റിന് ഇനി അൻസിഫില്ല. അൻസിഫിൻ്റെ ഭാഗമായിട്ട് കുടുംബം കുട്ടികളുമായിട്ട് അങ്ങനെ ലൈവ് ചെയ്യാൻ തുടങ്ങിയ ഒരു ഫാമിലി മാനാണ്. ഇനി ഈ സ്ക്രിപ്റ്റ് ചെയ്ത സമയത്തുള്ള പശ്ചാത്താപം ഇവിടെ തീർത്തു അൻസിഫ്. ദാറ്റ്സ് എ ഗുഡ് തിങ്, ഐ അപ്രീഷിയേറ്റ്. ഓക്കെ, പക്ഷെ ഒരു കോൺസ്പിറസി വെക്കുമ്പോൾ അതിനൊരു ക്ലാരിറ്റി എന്നുള്ളൊരു സംഗതി വേണം. ഓക്കെ, ആ ക്ലിയർ കട്ട് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കോൺസ്പിറസി സോളിഡായിട്ട് നിൽക്കൂ. ആ കോൺസ്പിറസിക്ക് ഒരു സോളിഡ് ക്ലാരിറ്റി അൻസിഫിന് കൊണ്ടുവരാൻ പറ്റിയാൽ യു വിൻ ഓർ എൽസ് യു ലൂസ്. ഇതാണ് സിറ്റുവേഷൻ. അപ്പോൾ ആദ്യം നമുക്ക് ആ പൈസ വാരി എറിയുന്ന ലൈവിൻ്റെ പരിപാടിയിലേക്ക് നോക്കാം. ഷാജാന് നല്ലോണം എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല തള്ളി. പൈസ അങ്ങനെയാണ്, 1 കോടി അവിടെ പൊട്ടിച്ചു, 2 കോടി ഇവിടെ പൊട്ടിച്ചു, മറ്റത് പൊട്ടിച്ചു, അങ്ങനെ BMW, ഇങ്ങനെ ലക്ഷറി കാർ എന്നൊക്കെ പറഞ്ഞാണ്ട് എന്താ കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ ആസ്തി ഉണ്ട്, മറ്റതുണ്ട് മറിച്ചതുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് നല്ലോണം തള്ളിയിരിക്കണ്. ഈ തള്ളിയത് എന്തിനാണ്? ഓനൊന്ന് മെയിനാകാൻ വേണ്ടിയിട്ട് തള്ളിയതാണ്. അതായത് ഒരു പൈസ ഓൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലക്ക് ഓൻ്റെ ഒരു ഗെറ്റപ്പും ബിൽഡപ്പും അറിയിക്കാൻ വേണ്ടിയിട്ട് തള്ളിയതായിരുന്നു. പക്ഷെ ഈ തള്ളിയ കാര്യം എന്ത് ചെയ്തു, ഈ വ്ളോഗും ഈ ലൈവും കാണുന്ന ചെക്കന്മാർ, ഇപ്പോൾ ഈ അജു ആയാലും ഇങ്ങനെയുള്ള കുറേ ആളുകൾ, ആദമൊക്കെ എന്ത് ചെയ്തു, ഇവനെ വിശ്വസിച്ചു പോയി. ഇവൻ പറയുന്നതൊക്കെ സത്യീകാരം, ഇവൻ്റെ അടുത്ത് അത്രയും പൈസ ഉണ്ടാവും, അപ്പോൾ ഇവൻ്റെ ലൈവിലൊക്കെ മെമ്പർ ആയാലും എന്തായാലും സാലറി കാര്യങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാവും പാവങ്ങൾ. അങ്ങനെ വന്ന ആൾക്കാർക്ക് പിന്നെ ഇവിടുന്ന് യാതൊരു വിധ ബെനിഫിറ്റും കിട്ടണില്ല. ഇല്ലല്ലോ, യാതൊരു ബെനിഫിറ്റും കിട്ടണില്ല. പിന്നെ ഈ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നല്ല നല്ല നാടകങ്ങൾ ഇതിൻ്റെ പിന്നിൽ ജനങ്ങൾ അറിയാത്ത കുറേ നാടകങ്ങളുണ്ട്. ഓരോന്ന് ഞാൻ പറഞ്ഞില്ല, ഇവരെ ലൈവ് തുടങ്ങിയപ്പോൾ ഞാൻ അതൊക്കെ പറയും, അതിനൊന്നും എനിക്ക് പ്രശ്നമില്ലല്ലോ. അപ്പോൾ PSG ഗ്യാങ്ങിൻ്റെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പൈസ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിന്. 500 റുപ്യ, 5000 റുപ്യ, 10000 റുപ്യ എന്നൊക്കെ പറഞ്ഞാണ്ട് ജനങ്ങൾക്ക് പൈസ ഇങ്ങനെ കൊടുക്കേനി. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത സംഭവമാണ്. അതായത് കമൻസിൽ വരുന്ന ആളുകളും ഈ പൈസ ഗൂഗിൾ പേയിൽ കൊടുക്കുന്ന ആളുകളൊക്കെ ഒരേ ആൾക്കാർക്ക് വികാരം. ഈ സംഭവമൊക്കെ ഒരു ഫേക്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. ആ ഒരു സംഭവം എനിക്കറിയണോണ്ട് ഞാനത് ഇതുവരെ പറയാതിരുന്നത് എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ് തന്നെയാണ്. ഞാനിവിടെ കുറ്റസമ്മതം നടത്തുകയാണ്. ഓക്കെ, ഇത് ഈ പറഞ്ഞ ലൈവിൽ പൈസ ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നത് മാത്രമല്ല, പല ചാരിറ്റി കോണ്ടന്റുകൾ ചെയ്യുന്ന സ്ഥലങ്ങളിലും ഇതേ അവസ്ഥ തന്നെയാണ്. പല ഗിവ് അവേകളിലും ഇതേ അവസ്ഥ തന്നെയാണ്. അതായത് ഞാൻ, അപ്പം തമ്പുരാൻ, സുഭദ്ര, ഞങ്ങളെ കമ്മിറ്റി തന്നെ ഞങ്ങൾ പൈസ എന്ത് ചെയ്യും, വീതം വെച്ച് കൊടുക്കും, അല്ലെങ്കിൽ അയച്ചു കൊടുക്കും, എന്നിട്ട് ഞങ്ങൾ തന്നെ തിരിച്ചു വാങ്ങും. ഇതൊന്നും അറിയാതെ പോയി പെടുന്ന കുറേ നാട്ടുകാരുണ്ട്, അവർ ശ്രദ്ധിക്കുക. ഓക്കെ, ഇതൊക്കെ ചെറിയ ചെറിയ എക്സാമ്പിൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ പലരും ഉണ്ടടേ. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ട്രീമിങ്ങിൽ പൈസ ചോദിക്കുമ്പോൾ കൊടുക്കുന്ന ഒരു നന്മമരം മാത്രമല്ല, അല്ലാതെ ഒരുപാട് നന്മമരങ്ങൾ പൈസ കൊടുക്കുന്നു എന്നുള്ള പണ്ടത്തെ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, മനസ്സിലായി. ഈ ചില പാസ്റ്റർമാരുണ്ടല്ലോ, ഈ രോഗശുശ്രൂഷ നടത്തുന്ന ആളുകൾ, ഞൊണ്ടി ഒരാളിങ്ങനെ വരുന്നു, കാലൊക്കെ അങ്ങനെ വയ്യാതെ, പെട്ടെന്ന് ഇയാൾ തൊടുമ്പോൾ അയാൾ നീച്ച് ഓടുന്നു. ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ സിനിമയിൽ ഈ ഞൊണ്ടി വന്ന ആൾ ഈ പാസ്റ്ററിൻ്റെ സ്ക്രിപ്റ്റിലുള്ള ആളായിരിക്കും, ഇവരുടെ തന്നെ ആളായിരിക്കും, ആക്ട് ചെയ്യാൻ വന്നതായിരിക്കും. എന്നിട്ട് ഇത് കണ്ടിട്ട് കുറേ നാട്ടുകാർ ഈ പാസ്റ്ററിനെ വിശ്വസിച്ച് പൈസ കൊടുക്കുന്നു, സ്വാമിയെ വിശ്വസിച്ച് പൈസ കൊടുക്കുന്നു. അതന്നെയാണ് അതിൻ്റെ ഒരു മോഡേൺ വേർഷൻ. ലൈവിൽ കുറേ ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പൈസ തരുമെന്ന് ചോദിക്കുന്നു, ഇപ്പോൾ പൈസ ഇട്ട് കൊടുക്കുന്നു. ഇതേപോലെ തന്നെ ഈ ഗിവ് അവേസിലാണെങ്കിലും ചാരിറ്റി പരിപാടികൾ നമ്മൾ എന്താ കാണുന്നതെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ലൈക്ക് ആ കാണുന്ന ഐഡിയ ഉള്ളൂ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ പലപ്പോഴും BGMലാണ് പെട്ടുപോകുന്നത്. ഇത് നിങ്ങൾ ശരിക്കും ഓർത്ത് വെച്ചാൽ BGMലാണ് ശരിക്കും പെട്ടുപോകുന്നത്. ഒരു സാഡ് BGM ഒക്കെ ഇട്ട്, അതുപോലത്തെ ന്യൂസുകാർ ഇപ്പോൾ ട്രിക്ക് ഉപയോഗിക്കുന്നുണ്ട് കുറേ വർഷങ്ങളായിട്ട്. BGM ആയിട്ട് കുത്തിക്കയറ്റിയ ആളുകളുടെ മൈൻഡ് അങ്ങോട്ട് പിന്നെ സെറ്റാ, മനസ്സിലായോ? BGMലാണ് കളി മൊത്തം കിടക്കുന്നത്. BGM സ്കാമിൽ പോയി പെടാതിരിക്കാന്ന് എനിക്ക് പറയാനുള്ളൂ. ലെറ്റ്സ് സീ വാട്ട്സ് നെക്സ്റ്റ്. ഞാനും കൂടി ഉൾപ്പെട്ട ഒരു തെറ്റ് ഞാൻ നമ്മളെ ചാനലിൽ ഇതിൽ തുറന്ന് പറയാണ്.
എനിക്കും കൂടി പറ്റിയൊരു തെറ്റാണത്. നമ്മളെ തൊപ്പിനെ തല്ലാൻ പോയ സംഭവം, തൊപ്പിനെ തല്ലാൻ പോയ സംഭവം അതല്ല എന്തപ്പോ എനിക്കിപ്പോ ഇത് ഇത്രയും അതൊക്കെ ഇപ്പൊ കഴിഞ്ഞ കേസല്ലേ. ഇനി ഓരോ പ്രശ്നങ്ങൾ ഇതാക്കല്ല. അന്ന് തുടങ്ങിയതാണ് എന്റെ കഷ്ടകാലം, എനിക്കറിയില്ലേ എന്റെ കഷ്ടകാലം. ഇനി ആ ഒരു വിഷയം അതല്ല ഞാൻ എന്നോട് ചോദിച്ചതാണ്. ഞാൻ എന്നോട് ലൈവ് വരുന്നുണ്ടായിരുന്നപ്പോ എനിക്ക് ഒരാവശ്യമല്ല എന്നെ ഇതിൽ കയറ്റിയാണ് എനിക്ക് നെഗറ്റീവ് എന്റെ ചാനലിൽ ഫാമിലി ഓഡിയൻസുള്ള ചാനലിൽ നെഗറ്റീവ് കയറ്റി തരേണ്ട ആവശ്യമില്ല. ഞാൻ എന്നോട് ചോദിച്ചതിന് സംഭവം എന്താണ്, ആദ്യം തന്നെ പറഞ്ഞതിന് സംഭവം എന്താണ്, ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പറയേണ്ടി വരും. എനിക്കൊരു പേടിയില്ല, ഞാൻ ഒക്കെ തുറന്നു പറയും, ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയും. അൻസിഫ് മുനിക്കൽ ഒരു ഏജന്റ് മൂഡിലാണ് നല്ല ലൈവ് ചെയ്തിട്ടുള്ളത്. എല്ലാം കണ്ടുപിടിക്കും, എല്ലാം ഞാൻ തുറന്നു പറയും. ഈ അൻസിഫിൻ്റെ ഒരു കാര്യം പറയാം. അൻസിഫിന് നമ്മൾ ഇവിടെ നമ്മളെ ഇടയിലൊക്കെ പറയൽ പേപ്പറിലെ മനുഷ്യനാണ്, അൻസിഫ് എന്തും കാണിക്കും, അൻസിഫിന് എന്തും ചെയ്യാന്നാണ്. അൻസിഫിൻ്റെ ഒരു കേസിൽ തന്നെ ഈ ഷാജഹാൻ തൊപ്പി അൻസിഫിൻ്റെ ഒക്കെ വിഷയം ആദ്യം കത്തിയപ്പോൾ ഞാൻ ഇവരെ വിളിക്കാറുണ്ട്, നിർത്തിക്കൂടെ, എന്തിനാ ഈ പരിപാടി, നിങ്ങൾക്കൊക്കെ സ്വന്തം കണ്ടന്റ് ഉള്ളവരല്ലേ, നിങ്ങൾ എന്തിനാ ഈ പണി എടുക്കണമെന്നൊക്കെ ചോദിക്കും. അൻസിഫാണ് ചാടി കയറിയിട്ട് ഇതെന്താ പറയുന്നത്, ഓനെ ഞാൻ തീർക്കും, ഓനെ തീർത്ത് കളി, ഇൻ്റെ കയ്യിൽ ഓനെ തീർക്കാൻ ഒരു സാധനമുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും ഇന്ത്യയിൽ ഓനെ തീർക്കാൻ ഒരു സാധനമുണ്ട്, ഇന്ത്യയിൽ ഒരു സാധനമുണ്ട് ഓനെ തീർക്കുക. നിങ്ങൾ ലൈവിലും ചിലപ്പോൾ അൻസിഫ് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. പിന്നെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഇവർ സ്ട്രീമിങ് തുടങ്ങുന്നു. അന്ന് PSG എന്ന് പറഞ്ഞ ഗ്യാങ് ഒന്നുമില്ല, മനസ്സിലായോ? അന്ന് ആ ഗ്യാങ് സെറ്റപ്പ് പരിപാടിയൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്. ഇവർ ഈ സ്ട്രീമിങ് പരിപാടി ഗ്യാങ് പരിപാടിയൊക്കെ തുടങ്ങുന്നത് ഇതിൻ്റെ ഒരു എന്താ പറയുക തകർക്കാൻ വേണ്ടിയിട്ട്, തൊപ്പീനെ തകർക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു പരിപാടിയായിട്ടാണ് ഇവരിത് പോർട്രേറ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായി നിന്ന ഒരാളാണ് അൻസിഫ്. അൻസിഫിന് ഇപ്പോൾ ജനങ്ങളെ മുന്നിൽ ഇതൊക്കെ തുറന്ന് അല്ലെങ്കിൽ ഞാനത് പറയും, ഞാനത് ഇതാക്കുമെന്ന് പറയുമ്പോൾ അൻസിഫ് കൺവിൻസ് ചെയ്യണം. ഞാൻ അൻസിഫിനോട് തന്നെ പറയാം, പല സംശയങ്ങളും ഞാൻ അൻസിഫിനോട് ചോദിച്ചിട്ടുണ്ട്, പല ഡൗട്ടുകൾ. കാരണം ആസ് എ പ്രേക്ഷകൻ അൻസിഫ് പറയുമ്പോൾ ഞാനൊരു പ്രേക്ഷകനെ പോലെയാണ് ഇത് കേട്ടുന്നത്, ഒരു ലിസണറായിരുന്നു ഞാൻ. അപ്പോൾ എനിക്ക് കുറേ സംശയങ്ങളുണ്ട്. അപ്പോൾ ആ സംശയങ്ങൾക്കൊക്കെ അൻസിഫ് ഇനി ഉത്തരം പറയേണ്ടി വരും, അൻസിഫ് അതിൻ്റെ പ്രൂഫുകൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്ക്രിപ്റ്റാണെന്ന് പറയുമ്പോൾ അത് പ്രൂവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അവിടെ കോൺസ്പിരസി ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഇടാം. ക്വസ്റ്റ്യൻസ് ഞാനാണെങ്കിലും ഇപ്പോൾ അൻസിഫ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ വെക്കാം. പക്ഷെ അതിൻ്റെ വാട്ട്സ് ദ റിയൽ ഫേസ് ഉള്ളൊരു സംഗതി ഡെഫിനറ്റ്ലി കിട്ടണം. അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തൊപ്പിക്ക് റെസ്പോണ്ട് ചെയ്യാതിരിക്കാം, ദാറ്റ്സ് അപ് ടു തൊപ്പി. തൊപ്പിയെ ഞാൻ വിളിച്ചു ചോദിച്ച സമയത്ത് തൊപ്പി പറഞ്ഞൊരു കാര്യമുണ്ട്, സായി ഇതിൽ നിനക്ക് 100% എന്നെ വിശ്വസിക്കാം, ഓക്കെ, 100% നിനക്ക് വിശ്വസിക്കാം. അങ്ങനെ അൻസിഫിൻ്റെ ഇതിൻ്റെ ഒരു പ്രൂഫായിട്ട് അൻസിഫ് വരികയാണെന്നുണ്ടെങ്കിൽ 50 ലക്ഷം രൂപ ഞാൻ അൻസിഫിന് കൊടുക്കുന്ന തൊപ്പിനോട് പറഞ്ഞത്. അത്രയും സോളിഡായിട്ടാണ് തൊപ്പി പറഞ്ഞത്, ഓക്കെ. അപ്പോൾ എനിക്ക് ഇവരൊക്കെ മുന്നേ അറിയുന്ന ഒരാളാണ് എനിക്ക് തൊപ്പി. പേഴ്സണലി എനിക്ക് തൊപ്പി, ഇവരൊക്കെ അൻസിഫിനെയോ ഷാജഹാനൊക്കെ അറിയുന്നതിന് മുന്നേ പേഴ്സണലി എനിക്ക് തൊപ്പി അറിയാം. ഞാൻ കണ്ടൊരു തൊപ്പിയുണ്ട് പണ്ട്, ബർത്ത്ഡേക്ക് ഞാൻ കേക്ക് മേടിച്ച് ഞാനും ഇക്കുബായും എൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് കണ്ണൂർ പോയി കണ്ടൊരു തൊപ്പിയുണ്ട്. ആ തൊപ്പിയിൽ നിന്ന് ഇപ്പോഴത്തെ തൊപ്പിയിലേക്കുള്ളൊരു, ഞാൻ പലപ്പോഴായിട്ട് ഒന്നിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമേ തൊപ്പീൻ്റെ കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുള്ളൂ, അങ്ങനെ ഇടിച്ച് കയറി ചെല്ലാറില്ല. അവൻ്റെ ഫെയിം അങ്ങനെ യൂസ് ചെയ്യാൻ ഞാൻ ഇതുവരെയായിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഒന്നിനും പോയിട്ടില്ല. പക്ഷേ ഒരു കറക്റ്റ് ടൈം തോന്നുമ്പോൾ ഞാൻ ഇടപെടാറുണ്ട്, സംസാരിക്കാറുണ്ട്, അത് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്, നല്ലതും പറയാറുണ്ട്, ഓക്കെ. അത് എൻ്റെ ഇഷ്ടമാണല്ലോ എന്ത് പറയണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. സോ ആ കണ്ടൊരു തൊപ്പി സ്ക്രിപ്റ്റ് എങ്ങനെ ചെയ്യുന്നു അല്ലെങ്കിൽ ഏത് രീതിയിൽ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൊരു തോട്ട് നമുക്കുണ്ട്. ഒരു നമുക്ക് അടുത്തറിയുന്ന ഒരാൾ എന്ത് ചെയ്യുന്നുള്ളൊരു സംഗതി നമുക്ക് ഉണ്ടാവുമല്ലോ. അതിൻ്റെ മുകളിലുള്ള തൊപ്പിയോടുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്, ഓക്കെ. ഞാൻ അപ്പോൾ തൊപ്പിയോട് അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ കേസിൽ എനിക്ക് ഇപ്പം നീ പറയുകയാണ് എന്നോട്, സായി ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നീ എന്നോട് നുണ പറയില്ല എന്ന് പറഞ്ഞൊരു വിശ്വാസം എനിക്ക് നിന്നോട് പേഴ്സണലി ഉണ്ട്, ഓക്കെ. അതുകൊണ്ട് ഇറ്റ്സ് ഫൈൻ, ലെറ്റ് സി. ഇതാണ് ഞാൻ തൊപ്പിയോട് പറഞ്ഞത്. ഫോൺ കട്ടാക്കി. അൻസിഫിനോട് ഞാൻ വീണ്ടും വിളിച്ചു. അൻസിഫിനോട് സംസാരിച്ച സമയത്ത് അൻസിഫ് വീണ്ടും അക്കമിട്ട് നിരത്തി ഓരോ ക്വസ്റ്റ്യൻസ് എന്നോട് പറഞ്ഞു, ഓരോ ഡൗട്ടുകൾ അൻസിഫിനോട് ഇങ്ങനെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, ഓക്കെ. ആദ്യം നമുക്ക് അൻസിഫ് ലൈവ് പറഞ്ഞ കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് മുതൽ ഇത് ഡ്രാമയാണ്, ഫസ്റ്റ് മുതൽ. അതായത് മെഹറിൻ്റെ ഈ ഒരു സംഭവം യാദൃശ്ചികമായിട്ട് നടന്നു, അവിടുന്ന് അങ്ങോട്ട് ഇതുവരെ ഉണ്ടായത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയണോ? ഫുള്ള് ഡ്രാമ എന്ന് പറഞ്ഞാൽ ഫുൾ ഡ്രാമ. ഒന്നല്ല 10,000 ഡ്രാമകൾ ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുണ്ട്. തൊപ്പിനെ വന്ന് നായിൻ്റെ മോനെ എന്ന് വിളിച്ച് വീഡിയോ ചെയ്യണത്, പിറ്റേ ദിവസം തൊപ്പിന്റെ ലൈവിൽ പറയണത്. അതല്ല നിക്ക് പറയട്ടെ നിക്ക് അതല്ല അവിടെ നിക്ക് അതല്ല ജിത് പറഞ്ഞിട്ട് പോയിക്കോ. ഈ സ്ക്രിപ്റ്റ് മെഹറിന്റെ ഇഷ്യൂവിന് ശേഷം ഈ തന്തക്ക് വിളി നായിൻ്റെ മോനെ വിളിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഈ PSG ഗ്യാങ്ങും തൊപ്പി ഗ്യാങ്ങും അതായത് ഒരു പ്ലാനഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് അന്ന് എന്നെ വിളിക്കണത് തൊപ്പിയും
ഇവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ലൈവിൻ്റെ ഇടയിൽ കയറി ചെല്ലണം എന്ന് പറഞ്ഞിട്ട് രാത്രി പ്ലാൻ ചെയ്തൊരു സംഭവമാണ് ഈ ഒരു തല്ലാൻ പോക്കുണ്ടല്ലോ. ഫുള്ള് സ്ക്രിപ്റ്റാണ് കേസ്. നിങ്ങൾ ഈ നിഷാൻ കരഞ്ഞപ്പോൾ നിങ്ങൾ കരുതിയില്ലേ അത് ഒറിജിനലാണെന്ന് വിചാരിച്ചില്ലേ? അവിടെ നിങ്ങളാണ് പൊട്ടന്മാരാവുന്നത്. പിന്നെ ഞാൻ ബസ് സ്റ്റോപ്പ് അടിച്ച് പൊട്ടിച്ചപ്പോൾ അത് സ്ക്രിപ്റ്റ് അല്ല, അത് ഒറിജിനൽ അടിച്ച് പൊട്ടിച്ചാന്ന് വിചാരിച്ചില്ല. അവിടെ നിങ്ങളാണ് പൊട്ടന്മാരാവുന്നത്. ഞാൻ എൻ്റെ സംഭവങ്ങൾ ഞാൻ തുറന്നു പറയും, എനിക്ക് അങ്ങനത്തെ ഒരു ബേജാറുമില്ല. അതേപോലെ ഉണ്ടായൊരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗം മാത്രമാണ് ഈ തൊപ്പിനെ തല്ലാൻ പോണ സീന്. അല്ലെങ്കിൽ എന്താ ഇവർക്ക് പിരാന്ത എറണാകുളത്തേക്ക് വണ്ടി എടുത്തുങ്ങാണ്ട് അന്ന് രാത്രി തന്നെ തല്ലാൻ പോകാൻ. അന്ന് ഇവിടെ നായിൻ്റെ മോനെ എന്ന് വിളിച്ച് വീഡിയോ ചെയ്യലും, അതേപോലെ ലൈവിൽ പിറ്റേന്ന് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാന്ന് റാംബോനെ കൊണ്ട് പറയിപ്പിക്കലും, പിറ്റേ ദിവസം അന്ന് രാത്രിയാണ് ഈ വിളിച്ചുകാണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ വാടാന്ന് തൊപ്പി പറയുന്ന സമയത്താണ് ഇന്നെ വിളിക്കുന്നത്. ഇന്നെ വിളിക്കുമ്പോൾ ഞാനാണ് കുഞ്ഞാമ്പാണ്ടിക്കാടിനെ കൊണ്ടുപോകുന്നത്. കാരണം എനിക്ക് കമ്പനിക്ക് ഒരാളെന്നുള്ള നിലക്ക് പോയപ്പോൾ പാണ്ടിക്കാട് കൂടെയാണ് പോകാൻ മലപ്പുറത്തേക്ക്. എവിടെ നായ്ക്കളെ നിങ്ങള് ചങ്ങായി 4-5 മണിക്കൂർ റണ്ണിങ് ഉണ്ട് അവിടുന്ന്. എവിടെ എത്തി? മറ്റേ വിളിച്ചിരുന്നു ലൈവ് കഴിയണിന്റെ മുന്നേ തന്നെ വേത്തണം എന്ന് പറഞ്ഞിട്ട്. എടാ ഞങ്ങൾ പോന്നിക്കണേ, ഞാൻ ഇവിടെ ഏകദേശം പാണ്ടിക്കാട് കഴിഞ്ഞു. കുഞ്ഞാനും ഉണ്ട്, അപ്പൊ കുഞ്ഞാനെയും കൂട്ടിയേക്കണേ. ഇജ്ജൊരു കാര്യം ചെയ്യേ, ഇജ്ജ് ഓലോട് ഇനിയിപ്പോ ലൈവങ്ങൾക്ക് കയറി നടക്കൂല പറഞ്ഞോളാം. രാവിലേക്കൊക്കെ സെറ്റ് ആക്കാന്ന് പറഞ്ഞോളാം. രാവിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ആക്കാന്ന് പറയാം. എവിടെ നായേച്ച് എത്ര നേരം ഇവിടെ മനസ്സ് നിക്കണേ. ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴത്തെ സുബൈ 4-5 മണി ഔട്ട് എത്തുമ്പോത്തിന് തൊപ്പി വിളിച്ച് കാണാൻ നീലക്കൊയിലും വിലൊക്കെ സെറ്റ് ആക്കിക്കണേ. എന്താ ചാള കുതിരാക്കണത്? ഓല് ഇനി നമ്മളോട് എത്തില്ല ഓല പണി നോക്കി ഓല് പോട്ടാ. ഓലോട് പറഞ്ഞോളാ, സെലിബ്രിറ്റീസ് ഒക്കെ വരുന്നുള്ളൂ എന്ന് പറഞ്ഞോളാ കേട്ടോ. അൻഷഫ് മോനിക്കലും ടീമൊന്നും എത്തിയിട്ടില്ല പറഞ്ഞോളാ. അനക്ക് അത്ര ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റക്ക് പോയിക്കോ. പക്ഷെ ഞാനാകെ വിളിച്ചറിയും നിങ്ങളെ ഇതൊക്കെ പാടെ. അവിടെ വന്നിട്ട് പോയാൽ മതി. നേരം വെളുക്കുമ്പോ എത്തിയാൽ മതിയല്ലോ. ഇപ്പൊ അർജന്റ് എന്താണ്? ആർക്കവിടെ അർജന്റ്? നീലക്കോയിലിനോ അതോ തൊപ്പിക്കോ? ആർക്കാണ് അർജന്റ്? അതെന്ന് പറഞ്ഞേ. ഓക്കെ, അപ്പൊ അൻസിഫ് പറഞ്ഞതിൽ വെച്ച് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇതിൽ ശരിക്കും മൊയന്തായത് കുഞ്ഞാമ്പാണ്ടിക്കാടാണ്. കുഞ്ഞാമ്പാണ്ടിക്കാടിന് അന്ന് ആ സീനിൽ ഇനി കേൾക്കാനും പറയാനും കുഞ്ഞാമ്പാണ്ടിക്കാടിനെ വിളിച്ച് ഒന്നുമില്ല. കുഞ്ഞാൻ അത്രയും ഹെയ്റ്റ് കിട്ടിയിട്ടുണ്ട് ആ സാധനത്തിന്. ഓൾറെഡി ആ ലോട്ടറി സീനിൻ്റെ മുകളിൽ ഹെയ്റ്റിൽ നിൽക്കുന്ന കുഞ്ഞാൻ. ഒരു സംഗതി ഇവർ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് ആണെങ്കിൽ അതറിയാതെ പോയി പെട്ട കുഞ്ഞാനാണെങ്കിൽ കുഞ്ഞാൻ മൂഞ്ചി. ഇനി അല്ലെങ്കിലും കുഞ്ഞാൻ ഇതൊന്നും അറിയാതെ അവിടെ പോയിട്ട് ഇവർ ഈ തുള്ളലിന് ആട്ടം കാണാൻ പോയി നിന്നോളൂ. കുഞ്ഞാൻ ഇന്ന് രാവിലെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ചെങ്ങായി എല്ലാവരും കൂടി ഇന്നെ പറ്റിച്ചോ? ഞാൻ പറഞ്ഞു എനിക്കെങ്ങനെ അറിയാം, എനിക്കറിയില്ല. രാവിലെയായിട്ട് കുഞ്ഞാൻ വിളിക്കുന്നത്, ഞാൻ ഉറക്കൊന്നും നീക്കണുള്ളൂ. കുഞ്ഞാൻ്റെ ഒരു അവസ്ഥയൊക്കെ ആയതിൽ ആലോചിക്കുന്നത്. കുഞ്ഞാൻ ശരിക്ക് ഒരുമാതിരി പൊട്ട ആട്ടം കണ്ട പോലെ ആയിപ്പോയി കുഞ്ഞാൻ്റെ അവസ്ഥ. അപ്പോൾ ഇപ്പോൾ അൻസിഫ് പറയുന്ന ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ, തൊപ്പിക്കെതിരെ ഷാജഹാൻ വീഡിയോ ഇടും. ഓക്കെ, തൊപ്പിക്കെതിരെ ഷാജഹാൻ ഈ നായി എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടല്ലോ. അതിനുശേഷമാണ് സ്ക്രിപ്റ്റിൻ്റെ തുടക്കം എന്നാണ് അൻസിഫിൻ്റെ ക്ലെയിം. അൻസിഫ് പറയുന്നത് എവിടെ വെച്ചെങ്കിൽ, ആരോ തൊപ്പിയുടെ ബിഹാഫിൽ നിന്ന് ഷാജഹാനെ വിളിക്കുന്നു, കാര്യങ്ങൾ അന്ന് തന്നെ സെറ്റിൽ ചെയ്യുന്നു, കോംപ്രമൈസ് ആവുന്നു, പിന്നുള്ളതാണ് സ്ക്രിപ്റ്റ്. ഓക്കെ, അതായത് ഇത് ലൈവ് പറഞ്ഞതല്ല, അൻസിഫ് എന്നോട് പറഞ്ഞത് ഈ സംഗതിയാണ്. ലൈവ് പറയുമ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട്. അൻസിഫ് ആദ്യം മുതലേ സംശയിക്കുന്നത് ഇത് ആ തെറി വിളിച്ച് വീഡിയോ ഇട്ടത് മുതൽ, ആ പോത്ത് താറിൻ്റെ മുന്നിൽ നിന്ന് വീഡിയോ ഇട്ടത് മുതൽ സ്ക്രിപ്റ്റ് അല്ലേ എന്നാണ് അൻസിഫ് ചോദിക്കുന്നത്. പക്ഷേ എനിക്കത് തോന്നുന്നില്ല. സ്ക്രിപ്റ്റായിട്ടാണ് അൻസിഫ് ഇത് കാണണമെന്നുണ്ടെങ്കിൽ അതിന് ശേഷമായിരിക്കും. അതിനുശേഷം തൊപ്പി വിളിക്കലും ഇവർ തമ്മിൽ കോംപ്രമൈസ് ആവലും എന്നൊക്കെയാണ് അൻസിഫിൻ്റെ ക്ലെയിം. ആരോ തൊപ്പീൻ്റെ ഭാഗത്തുനിന്ന് വിളിക്കുന്നു, അത് തൊപ്പിയും ഷാജഹാനും നേരിട്ട് സംസാരിക്കുന്നു ഫോണിൽ. അതിനുശേഷം അത് കോംപ്രമൈസ് ആവുന്നു. അതിനുശേഷം സ്ക്രിപ്റ്റ് തുടങ്ങുന്നു. അതായത് ലൈവിലേക്ക് തൊപ്പി ഈ പറഞ്ഞ ഷാജഹാനെ ക്ഷണിക്കുന്നു. ഓക്കെ, അതൊക്കെ സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാണ്. റാംബോനെ കൊണ്ട് ചീത്ത പറയിക്കുന്ന സ്ക്രിപ്റ്റിൻ്റെ ഭാഗമാണ്. തൊപ്പി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലൈവിൽ ഷാജഹാക്ക വന്നോ, ഷാജഹാക്ക വരില്ലേ, ഷാജഹാക്ക വന്നോ. ഞാൻ തൊപ്പിയോടും ചോദിച്ചു, ഈ എന്തിനാണ് അത് ചോദിച്ചത്? ഞാൻ ചുമ്മാ വെറുതെ ഫണ്ണാക്കാൻ വേണ്ടി ചോദിച്ചു, അഥവാ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇതാക്കാലോ എന്നുള്ള രീതിക്ക് പറഞ്ഞതെന്നാണ് തൊപ്പി പറഞ്ഞത്. അപ്പോൾ ഇവൻ പറയുന്ന അൻസിഫ് അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട്, സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അന്ന് പോകാൻ പറ്റിയില്ല, അന്ന് വഴുകിപ്പോയി. പിന്നെ പോയി അവിടെ ഇറങ്ങുമ്പോൾ അവർ ഓൾറെഡി നീലക്കുയിലിനെ വിളിച്ചു വരുത്തിയിരുന്നു. അത് ഇവനാണ്, ഷാജഹാനാണ് വിളിച്ചു വരുത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് അൻസിഫ് പറഞ്ഞത്. പിന്നെ ഒരു മെയിൻ സാധനം പറഞ്ഞത്, ഈ അന്ന് ഒരു തൊപ്പീനെ വീട്ടിൽ ചെന്ന സമയത്ത് അവിടെ ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യൻ ഇറങ്ങി വന്ന് സ്ക്രിപ്റ്റിൻ്റെ ഭാഗമല്ലാതെ ഇവർക്കൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ശരിക്കും തല്ലാൻ വേണ്ടി ചൂണ്ടിക്കാണിച്ച് വരുന്നിടത്താണ് ഈ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തത്. അപ്പോൾ തല്ലാൻ വരുന്ന ആൾക്കാർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമോ ഇതൊന്ന് ആലോചിക്കുന്നതാണ് അൻഷിഫിനോട് പറഞ്ഞത്. അങ്ങനെ അൻഷിഫ് പറഞ്ഞ രീതിയിൽ ആലോചിച്ചാൽ ശരിയാണ്. തല്ലാൻ വരുന്ന ആൾക്കാർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടൊന്നുമല്ല വീട്ടിൽ കയറ്റുക. അപ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തത് എന്തിന്? അന്ന് തന്നെ നീലക്കുയിലിൻ്റെ പേജിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് കോമെൻറ്റുകൾ വന്ന സമയത്ത്
അത് ഡിലീറ്റ് ചെയ്തു നീലക്കുയിലിൻ്റെ ചാനൽ പേജ്. അത് ആര് പറഞ്ഞിട്ട് ഡിലീറ്റ് ചെയ്തു, എന്തിന് ഡിലീറ്റ് ചെയ്തു ആ കോമൻറ്റുകൾ എന്നാണ് ഇവിടെ ആര് ചോദിക്കുന്നത്, അൻഷിഫ് മുനിക്കൽ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അൻഷിഫിൻ്റെ സംശയങ്ങളും കോൺസ്പിറസി ഇവിടെയാണ്. എന്തിന് ആ ചെക്കൻ വന്ന് സ്ക്രിപ്റ്റ് പൊട്ടിച്ച് കൈ തന്നു? ഷാജഹാൻ ഇപ്പം നിങ്ങൾ കേട്ട പോലത്തെ വോയിസിൽ, അതായത് അന്ന് അയച്ച വോയിസാട്ടോ ഷാജഹാൻ, അതിലെന്തിന് ഷാജഹാൻ ഇങ്ങനെ സംസാരിച്ചു? ഷാജഹാൻ്റെ നിഷാൻ ഷാജഹാൻ സ്ക്രിപ്റ്റ് ആണെന്നുള്ളത് ഇപ്പോൾ എന്തായാലും പൊളിഞ്ഞു വീണിട്ടുണ്ട്. അപ്പോൾ ഓബിയസ്ലി ഇപ്പം ഇങ്ങനൊരു കാര്യം അൻഷിഫ് മുനിക്കൽ വന്ന് വെറുതെ പറഞ്ഞാലൊക്കെ ആളുകൾ വിശ്വസിക്കുന്ന ഒരവസ്ഥയ്ക്ക് കാര്യങ്ങൾ പോകും. മനസ്സിലായോ? അങ്ങനെ ആവും, അങ്ങനെ ആയി മാറും ആ സാധനങ്ങൾ. ഇനി ഈ ഒരു വിഷയത്തിൽ ഇന്ന് എനിക്കൊരു ഓഡിയോ, ഒരു കോൾ റെക്കോർഡ് ഞാൻ അൻഷിഫിനെ വിളിച്ചിട്ടോ. ഞാനാണ് അൻഷിഫിനെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ആദ്യം വിളിച്ചത്. കാരണം നമുക്ക് അറിയണമല്ലോ അൻഷിഫ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ലൈവിൽ പറഞ്ഞത്. അപ്പോൾ അൻഷിഫിനോട് പറഞ്ഞു, ഇജ് നിൽക്കേ, ഷാജഹാനെ വിളിച്ച് ഞാൻ സംസാരിച്ചിട്ട് ഞാൻ റെക്കോർഡ് അയച്ചുതരാം, ഇജ് കേട്ടോക്കൊന്നും ഇജ് പറയുന്നു പറഞ്ഞു എന്നോട്. ഷാജഹാൻ എന്താ പറയുന്നത്, ഷാജഹാൻ ഒഴിഞ്ഞു മാറുന്നുണ്ടോ, ഷാജഹാൻ ഇല്ല എന്ന് പറയുന്നുണ്ടോ, എന്താ പറയുന്നതെന്ന് കേട്ടോ. എന്നിട്ട് അയച്ചെന്ന റെക്കോർഡും കൂടി ഞാൻ അവിടെ വയ്ക്കട്ടോ. എന്തിനാ ചങ്ങായി ഓരോരോ വേണ്ടാത്ത ഓരോരോ പരിപാടി ഓരോന്ന് വിളിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഫുള്ള് ഇപ്പൊ മൊത്തത്തിൽ ഇപ്പൊ ഇന്ന് ഇൻസ്റ്റാഗ്രാം വെച്ച് തുറന്നു നോക്ക്, ഫുള്ള് അതിന്റെ ക്ലിപ്പാണ് മൊത്തം. അതിനിപ്പോ മൊത്തത്തിൽ ഈ തൊപ്പിന്റെ ഇതൊക്കെ ഇതാക്കണോ, വെറുതെ പബ്ലിക്കിന്റെ ഇടയിൽ അപ്പൊ പറയേണ്ട ആവശ്യം എന്തേലും? ഞാൻ ആദ്യം എന്താ ചലിച്ചിരുന്നത്, ഞാൻ എന്റെ ലൈവില് എനിക്ക് തോന്നുന്ന പ്രേക്ഷകർക്കുള്ള ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. പ്രേക്ഷകർക്ക് ഞാൻ ലൈവില് വരുമ്പോ എന്റെ വർത്താനം ഞാൻ ഇല്ലല്ലോ. ഞാൻ എന്താ പറയുന്നത്, ഞാൻ എന്താ എന്നോട് പറഞ്ഞത്, ലൈവില് പോകുമ്പോ അതിന്റെ വോയിസ് റെക്കോർഡ് എൻ്റെ അടുത്തുണ്ട് ഷാജാൻ. ഞാൻ എന്നോട് എന്താ പറഞ്ഞത്, എനിക്ക് ലൈവിലേക്ക് വരണമെങ്കിൽ വരാം, പക്ഷെ ഞാൻ ചോദിക്കും, ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കാം, എനിക്ക് അതിന് ഉത്തരം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചിട്ട് ഞാനിപ്പോ അന്ന് തൊപ്പിനേറ്റ് ഞാൻ മറ്റേ അന്ന് തെറി കണ്ട് ഞാൻ വീഡിയോ ഇട്ടില്ലേ, അതുവരെ സ്ക്രിപ്റ്റ് ആണെന്നല്ല പറഞ്ഞിട്ടെങ്ങനെ എന്താ സ്ക്രിപ്റ്റ് അല്ല എന്നാണ് ഇജ്ജ് പറയുന്നത്? ഞാൻ നായിന്റെ മോനെ ഒന്ന് വിളിച്ചുകൊണ്ട് വീഡിയോ ചെയ്തത് സ്ക്രിപ്റ്റ് അല്ല എന്നാണ് ഇജ്ജ് പറയുന്നത്? അത് അല്ല, അത് അതിന്റെ ശേഷമുള്ളതല്ലേ അത്. അങ്ങനെ പാണ്ടിക്കാട് കുഞ്ഞാൻ വരെ അറിയില്ല, വെറുതെ ഇല്ലാത്തവരെ കുഞ്ഞാനടക്കം പിന്നെ വിളിച്ചു. പാണ്ടിക്കാട് കുഞ്ഞാനെ പോയിങ്ങാണ്ട് പറ്റിക്കണമാതിരി അൻഷിഫ് മുനിക്കലിനെ മുമ്പിച്ചാണ് കരുതേണ്ട ഷാജഹാനെ. എനിക്ക് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാം. ഞാൻ ഇപ്പൊ ഇവിടെ പെരയിലാണ്, ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണെങ്കിൽ ഞാൻ ഈ കോള് റെക്കോർഡ് ചെയ്യും എനിക്ക് എന്താ അപ്പൊ അതിനനുസരിച്ചുള്ള വർത്താനം പറഞ്ഞു. അതല്ല ഇജ്ജ് നാളെ മറ്റന്നാളെ പിന്നെ നമ്മക്കെതിരെ ഇജ്ജ് ലൈവ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് സത്യങ്ങൾ തുറന്ന് പറയാൻ പറ്റുമെന്ന്. അപ്പൊ ഇജ്ജ് എന്താ കരുതിയത്, ഇജ്ജ് എന്റെ ഈ ഒരു കണ്ടന്റിന്റെ സ്ക്രിപ്റ്റിന്റെ എന്താ സത്യം മാത്രം പുറത്ത് പറയാന്ന് കരുതിയിട്ട് വന്നാണ് ഇജ്ജ്. ഞാൻ അതല്ല കരുതിന്. നമ്മളെന്താണ് ജനങ്ങൾ പറ്റിച്ച സ്ക്രിപ്റ്റുകൾ മൊത്തം ഞാൻ കൂടി ഉൾപ്പെട്ട സ്ക്രിപ്റ്റാണുള്ളത്. അത് കുഞ്ഞാമ്പാണിക്കാരനെ ഇജ്ജ് പൊട്ടനാക്കി. കുഞ്ഞാമ്പാണിക്കാരന് അത് മനസ്സിലായിട്ടില്ല. ഓന്റെ വിചാരത് ഒറിജിനൽ ആയിട്ടുള്ളതാണെന്നാണ്. ഇജാ നായിന്റെ മോനെ വിളിച്ചാണ്ട് വീഡിയോ ചെയ്തത് സ്ക്രിപ്റ്റ് അല്ല എന്നാണ് ഇജ് പറയുന്നത്. സ്ക്രിപ്റ്റ് അല്ല, വല്ലാഹി സത്യം അത് സ്ക്രിപ്റ്റ് അല്ല. ഓക്കെ, എന്നാൽ അത് സ്ക്രിപ്റ്റ് അല്ല. അതിന് ശേഷം സംഭവിച്ചത്, അതായത് നായിന്റെ മോനെ എന്ന് പറയാണ്ട് വീഡിയോ ചെയ്ത് അന്ന് വൈകുന്നേരം എനിക്ക് തൊപ്പിന്റെ ഇവര് വിളിച്ചാണ് എന്നോട് കാര്യം പറഞ്ഞിട്ടില്ലേ, എന്താ അത് വിശ്വാസപൂർവ്വം ചെയ്യുന്നത് അതല്ല ഞാൻ പറഞ്ഞത്. ഇജ് അന്ന് കോംപ്രമൈസ് ആക്കിക്കോ. ഞാൻ നായിന്റെ മോനെ എന്ന് വിളിച്ച് വീഡിയോ ഇട്ടതിന് ശേഷം അല്ല ആ വീഡിയോ ഇട്ടപ്പോ കോംപ്രമൈസ് ആയി. അന്ന് വൈകുന്നേരം തൊപ്പിന്റെ മറ്റേ ഏതൊരു മാനേജർ വിളിച്ചുകൊണ്ട് പറഞ്ഞ് തൊപ്പിന്റെ നമ്പർ വാങ്ങിയാണ്ട് നിങ്ങൾ രണ്ടാളും കോംപ്രമൈസ് ആക്കി. പിന്നെ എന്തിനാണ് പറഞ്ഞതല്ലേ മോനിക്കലെ, അതല്ലേ പറഞ്ഞാണ്. അപ്പൊ എനിക്ക് എന്താ ജനങ്ങളോട് പറയാൻ എന്തിനാണ് മടി? എന്താണ് ജനങ്ങളോട് പറയാൻ എന്തെനിക്ക് മടി? അനക്കെന്താ, എനിക്ക് എന്റെ അഭിമാനം പണയം വെച്ചാണ് എനിക്ക് ഒരു പരിപാടിയും പറ്റൂല. എന്നാ ചെയ്യുന്നത് ഫുള്ള് തെണ്ടിത്തരം. എന്താണ് സമ്മതിക്കണോണ്ട് എന്താണ് ഇത് സ്ക്രിപ്റ്റ് ആണെന്ന് പറയാൻ എനിക്കൊരാളും പേടിയില്ല. ഞാനിതിൽ ഇടപെട്ടിക്കണ പറഞ്ഞാൽ ഞാനിതിൽ വന്ന് പെട്ടതാണ്. ഞാൻ എന്നിട്ട് എന്നോട് ചോദിച്ചു ഈ വിഷയം എന്താണ് ജനങ്ങൾ നാളെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ എന്നോട് പറഞ്ഞത്? അതൊരിക്കലും അറിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. തൊപ്പിച്ചും കോംപ്രമൈസ് ആയ ഒരു കാര്യത്തിന് പിന്നെ അന്ന് വൈകുന്നേരം തന്നെ ഇന്നെ വിളിച്ചിരുത്തി നമ്മൾ എറണാകുളത്തേക്ക് പോകണ ഒരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞാണ്ട് ഒരു പുതിയൊരു കണ്ടന്റ് ഉണ്ട് പറഞ്ഞാണ്ട് ഇന്നെ വിളിച്ചിരുത്തി. ഞാൻ ഇതറിയാതെ കുഞ്ഞാമ്പാണിക്കാരനെ കൊണ്ടുവന്നു. എന്നിട്ട് ഇന്നെ അന്ന് അവിടുന്ന് വിളിച്ചുകൊണ്ട് ഹോട്ടലിന്റെ റൂമിൽ കയറിയിട്ടാണ് കുഞ്ഞാനോട് ഇത് പറയരുത്, എന്താ ഇതിങ്ങനെ ഒരു സംഭവം ഉള്ളതാണ്, വിളിച്ച് എന്താ അവിടേക്ക് തല്ലാൻ പോണ സംഭവം. അപ്പൊ ഞാൻ എന്നോട് അന്ന് ചോദിച്ചു അവിടെ ആള് കുറെ കൂടുതൽ ആൾക്കാരുണ്ട്, ഓല് നമ്മളെ തച്ചാൽ എന്താവും. അപ്പൊ എന്നോട് പറഞ്ഞു തല്ലൂല, ഓല അവിടെ ഇല്ലാത്ത രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യുക.
അവിടെ നീലക്കുയിലും അതേപോലെ എന്താ തൊപ്പിയും ഇവരെ ടീമൊക്കെ അവിടെ റെഡി ആയി നിൽക്കുന്നുണ്ട്. ഓല് ഞങ്ങൾ ഓൾറെഡി പ്രശ്നം കോംപ്രമൈസ് ആയതാണ്, ഇത് വെറുതെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ചെയ്യാന്ന് എന്നോട് പറഞ്ഞു. ആ പറഞ്ഞ സംഭവം എനിക്കന്ന് അത് കോൾ ചെയ്തപ്പോൾ അല്ലെങ്കിൽ അതിന്റെ വോയിസ് റെക്കോർഡോ ഇതോ സംഭവം എൻ്റെ അടുത്ത് ഇല്ലാതെ പോയി. അല്ലെങ്കിൽ ഞാൻ ഇന്നലെ അത് തന്നെ പ്ലേ ചെയ്ത് ഞാൻ എൻ്റെ അടുത്തില്ല ആകെല്ല റെക്കോർഡ് വരണേ. എന്നോട് പറയാനുള്ളത് വെച്ചാല് ഇത് കണ്ടന്റ് ആക്കി എടുത്തോ. ഞാൻ ഈ വിഷയങ്ങളൊക്കെ ഒഴിവാക്കിയ കേസാണ്. കണ്ടന്റ് ആക്കി കണ്ടന്റ് ആക്കി കണ്ടിട്ട് വലിയ സംഭവം ആക്കണം എന്നുണ്ടെങ്കിൽ എടുത്തോ. എന്ത് തട്ടിത്തരം ചെയ്യണ പരിപാടി ചെയ്യരുത്. അങ്ങനെയല്ല രാജാനെ. ഇജ്ജ് പറഞ്ഞാല് ഇന്നിട്ട് അത്രയും ഫ്രണ്ട്ഷിപ്പിൽ ഒരാളാണ് ഇജ്ജ് ഈ ഒരു വിഷയം കണ്ടന്റ് വന്നപ്പോ ഇജ്ജ് എന്നോട് പറഞ്ഞില്ല. പിന്നെ കണ്ടന്റ് ഈ പ്രശ്നം എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ എന്ത് ചെയ്യൂല, ഇതിനെ പ്രോത്സാഹിപ്പിക്കൂല. ഒന്നാമത്തെ കാര്യം, കാരണം ഇതിൽ ഇങ്ങനത്തെ ഒരു അബദ്ധം വരാനിരിക്കുന്നുണ്ട്. സ്ക്രിപ്റ്റുകൾ ചെയ്തോളൂ. ഇപ്പൊ അന്ന് ഈ തൊപ്പിന്റെ സ്ക്രിപ്റ്റിൽ എന്താണ്, അതിന് ജനങ്ങൾ ആരും ദ്രോഹിക്കുന്ന ഒരു പ്രശ്നം വരുന്നില്ല, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് നമ്മൾ അത്രയും അതിന് കട്ടക്ക് കൂടുന്നത്. ഇന്നലെ നിങ്ങൾ മിന്നാന്ന് ചെയ്ത സ്ക്രിപ്റ്റ് പറഞ്ഞാൽ അത്രയും റോങ് സ്ക്രിപ്റ്റ് ആയിന്. പക്ഷെ ആ സ്ക്രിപ്റ്റ് ആണെന്ന് പറയുമ്പോൾ ഇത് സത്യങ്ങൾ തുറന്നു പറയാന്ന് പറഞ്ഞാൽ എന്റെ ലൈവിൽ വരുമ്പോൾ ഞാൻ എന്തുകൊണ്ട് മാപ്പ് സാക്ഷിയായി എന്ന് വെച്ചാൽ ഞാൻ എല്ലാ സ്ക്രിപ്റ്റും ഞാൻ തുറന്നു പറയും. അന്ന് തൊപ്പിന്റെ വിഷയത്തിൽ വന്ന സംഭവം എനിക്കറിയണ കാര്യം ആ സ്ക്രിപ്റ്റ് ആണെന്നാണ്. ഇനിയിപ്പോൾ അതല്ല എന്നുള്ളത് ഇജ്ജ് തെളിയിക്കാൻ നോക്കിയിട്ടോ അല്ലെങ്കിൽ തൊപ്പി തെളിയിക്കാൻ നോക്കിയിട്ടോ ഒരു കാര്യമല്ല. തൊപ്പി പ്രതികരിക്കട്ടെ, തൊപ്പി ഇതിന്റെ ഇത് വരട്ടെ. തൊപ്പി പ്രതികരിക്കോ നോക്കാലോ. അത് സ്ക്രിപ്റ്റ് അല്ലാന്ന് പറഞ്ഞു വരട്ടെ. അപ്പൊ അത് തൊപ്പി സ്ക്രിപ്റ്റ് ആണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള സംഭവം ഞാൻ കൊടുത്തോളാം. ഇജ്ജ് ഓൾറെഡി ഇറച്ചെങ്കിൽ ഇജ്ജ് നാറാനൊന്നുമില്ല, ഇജ്ജ് പറ്റ അടിയിലാണ്, ഇജ്ജ് അടിയിൽ പോകാനൊന്നുമില്ല. അനക്ക് മാണെന്നുണ്ടെങ്കിൽ ഒറ്റ ഇത് ചെയ്താൽ മതി. എന്ത് അത് സ്ക്രിപ്റ്റ് ആണെന്നുള്ളത് ഇജ്ജ് സമ്മതിക്കുക എന്നുള്ളത് മാത്രമുള്ള ഇവിടെ ഓപ്ഷൻ. അനക്ക് സ്ക്രിപ്റ്റ് ആണെന്ന് സമ്മതിച്ചാൽ ഒരു പ്രശ്നമില്ല. കാരണം ഇനിയിപ്പോൾ അത് സ്ക്രിപ്റ്റ് ആണെന്ന് പറയുമ്പോൾ തന്നെ അന്ന ആൾക്കാർ കൂടുതൽ വേട്ടയാടൊന്നുമില്ല. കാരണം ഓൾറെഡി ഇജ്ജ് ഫുള്ള് തരികിടായിരുന്നില്ല ആൾക്കാർക്ക് മനസ്സിലാക്കണേ, പച്ച നൊണച്ചാണെന്നുള്ളത്. പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഇത് സ്ക്രിപ്റ്റ് ആണെന്നുള്ളത് എന്തുകൊണ്ടാണ് ഇജ്ജ് മറച്ചു വെക്കണത്? എന്തിനാണ്? ആരാണ് എനിക്ക് തൊപ്പിനെന്തിനാ ഇജ്ജ് പേടിച്ചത്? അത് പറഞ്ഞോണ്ടേ വിശ്വസിക്കാണ്ട് ഒരു കാര്യങ്ങൾ ചെയ്താന്ന് ചങ്ങായി. ഇനി അത് വെറുതെ ഓനും കൂടി എന്തിനാണ് തീക്ക് എടുത്തിരുന്നത്? ഓക്കെ, ഇതാണ് അവർ തമ്മിലുള്ള സംസാരം. ഇതിനകത്ത് ഷാജഹാൻ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അല്ല ഒറ്റവാക്കിൽ പറഞ്ഞിട്ട് പോകണം ഷാജഹാൻ ചെയ്യേണ്ടത്. തൊപ്പിനായിട്ടുള്ള സ്ക്രിപ്റ്റ് അല്ല എന്ന് പറഞ്ഞു പോകേണ്ടിയിരുന്നു ഷാജഹാൻ. പക്ഷെ അവിടെ ഇവിടെയും തൊടാത്ത രീതിയിലുള്ള സംഗതി. അതോ ഇനിയിപ്പോൾ ഇത് എൻറ്റയർ സിനിമയോ കവറപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇഷ്യൂ ആണ്. ഇപ്പോൾ ഒരു വലിയ ഇഷ്യൂ ആണ് നിഷാൻ ഷാജഹാൻ ഇഷ്യൂ. അതൊക്കെ മുകളിൽ എന്തെങ്കിലും വെച്ചാലല്ലേ ഇപ്പോൾ അത് ആ കോൺട്രവേഴ്സി കവറാവും. ഇനി അതിന് വേണ്ടിയിട്ട് തൊപ്പിയുടെ ഒരു സംഗതി ഈ സംഗതിയായിട്ട് വന്നതാണോ എന്നുള്ളതും നമുക്ക് സംശയിക്കാം. ഡെഫിനറ്റ്ലി സംശയിക്കാം. ഒരു സംശയം അതിന് സംശയിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. തൊപ്പിയുടെ ഒരു സാധനം വരുന്നു, അത് ശരിക്കും അത് ഇറലവൻ്റ് ആണ്. അൻസിഫ് പറഞ്ഞ പോലെ അത് ആരെയും ബാധിച്ചിട്ടില്ല. പക്ഷേ ഒരു സ്ക്രിപ്റ്റഡ് കണ്ടന്റിൻ്റെ തുടക്കമായിട്ട് ഷാജഹാന് കിട്ടിയ ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് ആ ഒരു തൊപ്പി ഇൻസിഡൻറ്റ് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം. സ്ഥലമല്ല, ആ ഇൻസിഡൻറ്റ് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം. പക്ഷെ എന്നാലും അതങ്ങനെ ആരെയും ബാധിച്ചില്ല, ആരുടെ ഇടയിൽ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയില്ല. അപ്പോൾ നിഷാൻ ഷാജഹാൻ പോലെ നാട് കത്തിക്കാൻ മാത്രം കപ്പാസിറ്റി ഗ്രാവിറ്റി ഉള്ള ഒരു സ്ക്രിപ്റ്റായിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ സ്ക്രിപ്റ്റഡ് സാധനം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ളത് തെളിയിക്കേണ്ടത് അൻസിഫാണ്. കാരണം അൻസിഫ് ഇത്രയും ക്ലെയിം ചെയ്ത സ്ഥിതിക്ക്, ലൈവിൽ ഷാജഹാനെ വിളിച്ചിരുത്തി ഇത് പറഞ്ഞ സ്ഥിതിക്ക്, ഞാൻ ചോദിക്കുന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ എനിക്കിപ്പോൾ ഈ നീലക്കൊയിൽ കമൻറ്റ് ഡിലീറ്റ് ആക്കിയതും ആ ചെക്ക ഇറങ്ങി വന്ന് ഷെയ്ക്ക് ഹാൻഡ് തന്നതും പിന്നെ ആരോ കോള് വിളിക്കുന്നുണ്ടായിരുന്നു ഷാജഹാനെ, അത് ഫ്രം ദ തൊപ്പി സൈഡ് എന്നാണ് പറയുന്നത്. പക്ഷെ തൊപ്പീൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു ഇപ്പോൾ തൊപ്പീൻ്റെ മാനേജർ എനിക്കറിയാം. എനിക്ക് അത്രയും ട്രസ്റ്റാണ് അവനെ. ഓക്കെ, ഞാൻ ഇപ്പോൾ തൊപ്പീനെ സംശയിച്ചാലും ഞാൻ അവനെ സംശയിക്കില്ല. ടു ബി ഹോണസ്റ്റ് പറയാം, മുനുവിനെ ഒരിക്കലും സംശയിക്കില്ല. കാരണം മുനു ഇസ് എ ജം. ഓക്കെ, അത് ഞാൻ തുറന്നു പറയാം. മുനു അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പോൾ മുനു എന്ന് പറഞ്ഞൊരു മാനേജർ വരെ ആരെയും വിളിച്ചിട്ടില്ല. അത് ഉറപ്പാണ്, എനിക്ക് 100% ഉറപ്പാണ്. അപ്പം ആരാണ് ഇനി ഇതിൻ്റെ ഇടയിൽ തൊപ്പിയുടെ പേര് യൂസ് ചെയ്ത് ആരെങ്കിലും കളിച്ചോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ പ്രൂഫ് അൻസിഫ് കൊണ്ടുവരണം നിർബന്ധമായിട്ടും. ഓക്കെ, കാരണം അൻസിഫാണല്ലോ ഈ സാധനം പറഞ്ഞിട്ടുള്ളത്. കോൺസ്പിറസി ആണെങ്കിൽ കോൺസ്പിറസി എന്ന് പറയാം. ഇല്ല, അൻസിഫിൻ്റെ കയ്യിൽ ഇതിൻ്റെ ക്ലിയർ കട്ട് പ്രൂഫ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെക്കാം. ഓക്കെ, 100% കൺവിൻസിങ് ആയിരിക്കണം എന്നേ ഉള്ളൂ. ഇപ്പോൾ എങ്ങനെയാണോ ഷാജഹാൻ്റെയും നിഷാൻ്റെയും സ്ക്രിപ്റ്റ് പൊട്ടിയേ അതുപോലെ കൺവിൻസിങ് ആവുന്നൊരു സാധനമായിരിക്കണം. കോൺസ്പിറസീസ്, എനിവൺ ക്യാൻ മേക്ക് കോൺസ്പിറസീസ്. ക്വസ്റ്റ്യൻസ്, എനിവൺ ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ്. ബട്ട് അത് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൂഫുകൾ ഉണ്ടെങ്കിൽ അത് വാലിഡേറ്റ് ചെയ്യപ്പെടുക, ഓറൽസ് അതൊരു ജസ്റ്റ് കോൺസ്പിറസി ആയിട്ട് നിൽക്കും. ഇതൊക്കെ പറയുമ്പോഴും അൻസിഫിന് ഇപ്പോൾ ഇത് എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നുള്ളൊരു ചോദ്യം ഭയങ്കരമാണ്. ബിക്കോസ് അൻസിഫ് ഇപ്പോൾ ഒരു ഫാമിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നൊരു മനുഷ്യനാണ്. എനിക്ക് മനസ്സിലായിടത്തോളം അൻസിഫിന് റീച്ചൊക്കെ മുഖ്യമാണ്. റീച്ച് മുഖ്യം ബിഗിലുള്ളൊരു മനുഷ്യനാണ്. അതിപ്പോൾ എല്ലാവരെയും പോലെ തന്നെ അൻസിഫും അങ്ങനെയാണ്. പക്ഷേ ഇത് കൊണ്ടുവന്ന റീച്ച് അല്ല, അൻസിഫിന് കുറച്ചും കൂടി നെഗറ്റീവാണ് കിട്ടുക. അപ്പോൾ ആ നെഗറ്റീവ്
അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധനം പിടിക്കാൻ അൻസിഫ് ഇപ്പം നിൽക്കും എന്നുള്ളതിനെ കുറിച്ച് ഐഡിയ ഇല്ല. ഓക്കെ, അപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഷാജഹാൻ ഇപ്പം ഈ നെഗിൽ നിൽക്കുന്ന സമയത്ത് അൻസിഫ് വിളിച്ചു കൊണ്ടുവന്നു, ലൈവിലിരുത്തി ഷാജഹാനെ പൊളിച്ച് രണ്ടാമതും പൊളിച്ചു വിട്ടു. ഇപ്പോൾ ഓൾറെഡി പൊളിഞ്ഞാണ് ഷാജഹാനെ വീണ്ടും പൊളിച്ചു വിട്ടു. അപ്പം നെഗറ്റീവായ ഒരാളെ വിളിച്ചു കൊണ്ടുവരുമ്പോഴും നെഗറ്റീവ് ആവും എന്നുള്ളത് ഒരു ആസ്പെക്റ്റ് അവിടെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് തൊപ്പീനെയും കൂടി ആഡ് ആകുമ്പോൾ വീണ്ടും അൻസിഫിന് നെഗറ്റീവ് തന്നെ കയറുന്നത്. അപ്പോൾ അതൊന്നൊരു എന്ത് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിഫിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ നെഗറ്റീവോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള സംസാര വിഷയങ്ങളോ ആവുന്ന സമയത്ത് ചാനലിലേക്കോ അല്ലെങ്കിൽ എന്നാലും അത് അയാൾ ഫാമിലി ആയിട്ട് പോകുന്ന ഒരാളാണ്. അയാൾക്ക് ഈ ഒരു വള്ളി പിടിച്ച് പുതിയതായിട്ടൊരു വള്ളി കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം ഉണ്ടായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാക്ട് ഫാക്ട് എന്താണെന്നുള്ളത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2 ഭാഗത്തും സംസാരിച്ച ആളാണ്. തൊപ്പിയോട് സംസാരിച്ചപ്പോൾ തൊപ്പി 100% 100% ഇത് ഡിനൈ ചെയ്തിട്ടുണ്ട്. തൊപ്പി ആ വിഷയത്തിൽ തൊപ്പി മാത്രമല്ല, ആ വിഷയം നടന്ന സമയത്ത് തൊപ്പിക്ക് ലീഗൽ അഡ്വൈസ് എന്ന് പറഞ്ഞൊരു പരിപാടി വക്കീലിനൊക്കെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ അതെങ്ങനെ പോകണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ്. മനസ്സിലായോ? അന്ന് അവിടെ സ്റ്റേഷനിലേക്ക് കേസ് കൊടുക്കാൻ വേണ്ടി റിട്ടേൺ കംപ്ലയിൻറ്റ് വരെ എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, അന്ന് ലൈവിലൊക്കെ ആ സാധനത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാ ഈ വള്ളി പിടിക്കാൻ പോകണ്ട, പക്ഷേ ആളുകൾ പറഞ്ഞിട്ട് പോട്ടെ, അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. ഓക്കെ, സോ ആ ഫേസ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ആ ഫേസ് എന്താണെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അത് സ്ക്രിപ്റ്റഡ് ഫേസ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് പല സമയങ്ങളായിട്ട് അത് പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. പൊളിയാനുള്ള ഒരുപാട് ഫാക്ടർ സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ അത് എന്നോ പൊളിയുണ്ടായിരുന്നു. പക്ഷെ ഇത് ഐ ഡോണ്ട് നോ എന്താണ് ഇപ്പോൾ ദ റിയാലിറ്റി എന്നുള്ളത്. അതായത് തൊപ്പീൻ്റെ ഭാഗത്ത് നിന്ന് ഒരു 100% ഉറപ്പാണ് ഇതല്ല എന്നുള്ളത്. അൻസിഫിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ കുറേ കോൺസ്പിറസീസ് ആണ്. ഷാജഹാനാണെന്നുണ്ടെങ്കിൽ ഞാനിനി ഒന്നുമില്ല, ഞാൻ ചത്ത് കൊണ്ടാണ് ഷാജഹാൻ പോകുന്നത്. ഷാജഹാൻ അങ്ങനെ തന്നെ പോയിക്കോട്ടെ, കാരണം ഷാജഹാൻ ഉള്ള വള്ളീനെ തീർക്കാൻ സമയമില്ല. ആൻഡ് ദിസ് ഈസ് എന്താ പറയുക, അങ്ങനെ ബോംബ് പോലത്തെ നാട്ടുകാരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയ പരിപാടിയൊന്നുമല്ല തൊപ്പീനായിട്ട് നടന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഇനിയിപ്പോൾ അത് ഷാജഹാൻ ഇട്ടൊരു സ്ക്രിപ്റ്റാണോ? ഷാജഹാൻ ഇപ്പം ഇങ്ങനെ നോണ പറയാമല്ലോ ആരുടെ അടുത്ത്. ഒരു മാസമാവാനാണ് ഷാജഹാൻ നടക്കുന്നത്. ഷാജഹാൻ ഇങ്ങനെ തൊപ്പീൻ്റെ അവിടുന്ന് വിളിച്ചുകൊണ്ടു ഞാൻ പോവുകയാണ് പറഞ്ഞാൽ അൻസിഫിനോട് വെറുതെയും പറയാം. അങ്ങനെ ഒരു കാണണ്ട, അവിടുന്ന് തൊപ്പീൻ്റെ അവിടുന്ന് ആരും കോൺടാക്ട് ചെയ്യണമെന്നില്ല. ഷാജഹാനായിട്ട് തന്നെ ഒരു സ്ക്രിപ്റ്റ് ഇടാം, എന്ത് മെയിൻ ആവാൻ വേണ്ടിയിട്ട് അൻഷിഫിൻ്റെ മുന്നിൽ. അങ്ങനെയും സംഗതി നടക്കാം. അതും ഞാൻ അൻഷിഫിനോട് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിലോ അങ്ങനെ ആവാലോ സംഗതി. അപ്പം എന്താണെങ്കിലും ഇനി പ്രേക്ഷകരോട് പറയാനുള്ളത്, ഈഗിൾ ആദ്യം ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിലോടൊക്കെ ഏറെക്കുറെ സാമ്യമുള്ള കാര്യമാണ്. ഇറ്റ് ടേക്സ് ഹെൽ ലോട്ട് ഓഫ് എഫേർട്ട്, ടൈം. ഭയങ്കര പാടാണ് പിടിച്ച് നിൽക്കുക എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ പിടിച്ച് നിൽക്കുക എന്ന് മാത്രമല്ല, ഇന്ന് പൈസ ഏൺ ചെയ്യുക, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മളായിട്ടൊരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് ഫേക്കായിട്ട് പോയി ചാടാതെ നമ്മൾക്ക് ഓർഗാനിക്കായിട്ട് വരുന്ന ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുക, എന്നിട്ട് സസ്റ്റെയിൻ ചെയ്യുക, സർവൈവ് ചെയ്യുക. പാടുള്ള പണിയാണ് മക്കളെ. പെട്ടെന്നൊരു സ്ക്രിപ്റ്റ് ഇട്ട് 1 ദിവസം കൊണ്ട് ഷോർട്ട് കട്ട് കൊണ്ട് എടുത്ത് വെച്ച് പിടിച്ച് ചെയ്യാൻ പറ്റുന്ന പരിപാടിയില്ല. അങ്ങനെ ചെയ്താൽ തന്നെ അത് ലോങ് ലാസ്റ്റ് ചെയ്യില്ല. കുറച്ച് ദിവസം കൊണ്ട് അത് പൊളിഞ്ഞു പോകും, ലോങ് റണ്ണ് കിട്ടില്ല അതിന്. സോ യു ഹാവ് ടു പുട്ട് ടൈം, എഫേർട്ട്. നിങ്ങളൊരു ഫുൾ ടൈം ജോബ് പോലെ എടുക്കണം ഈ സാധനം, എന്നാൽ തന്നെ ഇതിലൊരു സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ.